80 വർഷത്തിലേറെ നീളുന്ന സർക്കാരിൻ്റെ അമൂല്യമായ ചില വസ്തുക്കൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണിത്. കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട അമൂല്യമായ ചില നിധിശേഖരങ്ങൾ കാത്തുവെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇടം. ഒരുപക്ഷെ നിങ്ങളിത് കണ്ടാൽ ഞെട്ടുമെന്ന് മാത്രമല്ല, പൊട്ടി വീണ് പരിക്കേൽക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു യാദൃശ്ചികതയല്ല. 80 വർഷമായിട്ടും ഒരു തരത്തിലുള്ളൊരു മിനുക്കുപടി പോലും ഇല്ലാതെ അത്രയധികം സുരക്ഷിതത്വത്തോടു കൂടി ഇത് സംരക്ഷിച്ചു വരികയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത്രമാത്രം ഞെട്ടുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കാനത്തൂർ നോർത്തിലുള്ള കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള ഒരു അംഗനവാടി കെട്ടണം, ബുക്ക് ഡിപ്പോ എല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇവിടുത്തെ നിധിശേഖരം നമുക്ക് കാണാം. നിധിശേഖരത്തിൻ്റെ വാതിൽ തുറന്നാൽ കാണാൻ വേണ്ടി കഴിയുന്ന കാഴ്ച അത്രയധികം ഭീകരമാണ്. തൊട്ടടുത്ത് ഒരു അംഗനവാടി കെട്ടിടമാണുള്ളത്. അംഗനവാടി കെട്ടിടത്തിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്ന നിധിശേഖരം ഇതാണ്. പൊട്ടി വീണ മേൽക്കൂര, തകർന്നടിഞ്ഞിട്ടുള്ള മേശകൾ എല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമെന്ന രീതിയിൽ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് സംശയം. എന്തായാലും കാണുമ്പോൾ അതീവ ഭീകരമാണ്. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് അത്രയും വ്യക്തമായി തന്നെ കാണാം. ഈ വലിയ കുന്നുകൂട്ടിയിരിക്കുന്ന ഈ വലിയ നിധിശേഖരങ്ങൾ സർക്കാർ അതുകൊണ്ടായിരിക്കും ഇത് അനക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിന് എന്തെങ്കിലും പോറൽ പറ്റിച്ചാൽ ഇത് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ എന്തോ അമൂല്യ ശേഖരം, കോർപ്പറേഷൻ്റെ എന്തോ ഒരു അമൂല്യ ശേഖരം നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വർഷമായി കാത്തു സൂക്ഷിക്കാത്ത പോറലേൽക്കാതെ സംരക്ഷിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാ നിങ്ങൾ നോക്കൂ, ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ ഇത്ര നേരവും കണ്ടിട്ടുള്ള ഈ വലിയ നിധിശേഖരമുള്ളത്. തൊട്ടടുത്ത്, അതായത് ഒരു ചുമരിനപ്പുറത്തുള്ളത് അംഗനവാടിയുടെ കെട്ടിടമാണ്. കണ്ണൂർ കോർപ്പറേഷൻ്റെ കാനത്തൂർ നോർത്തിലുള്ള അംഗനവാടിയുടെ ഒരു കെട്ടിടം. ഇവിടെ കുട്ടികൾ പഠിക്കുന്നതാണ്, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ, ബുക്ക് ഡിപ്പോയിലേക്ക് എത്തിയിട്ടുള്ള ഒരു അധ്യാപകൻ ഓട് പൊട്ടി വീണ് തലക്ക് പരിക്കേറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് തൊട്ടടുത്തുള്ള അംഗനവാടി കെട്ടിടം. ഈ കെട്ടിടത്തിൽ ഇവിടെ കുട്ടികൾ പഠിക്കുന്നതാണ്. ഇന്നിപ്പോൾ അവധിയായതുകൊണ്ട് തന്നെ കുട്ടികൾ ആരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഒരു പക്ഷേ അധ്യാപകൻ, ഈ ബുക്ക് ഡിപ്പോയിലേക്ക് എത്തിയിട്ടുള്ള അധ്യാപകനല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ തലയിലേക്കായിരിക്കണം ഇത് വീണ് ഇങ്ങനെ ഒരു പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. നമുക്കറിയാം, കുറേ നാളുകൾക്ക് മുമ്പ് വയനാട്ടിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് ഒരു പാമ്പ് കൊത്തി ഒരു കുട്ടിക്ക് അപകടം സംഭവിച്ചിട്ടുള്ള കാര്യം വളരെയധികം ചർച്ചയായതാണ്. പക്ഷേ ഇപ്പോഴും അതിനുശേഷവും ഈ സംഭവങ്ങൾ ഇതിനകത്തൊക്കെ നോക്കൂ, ഇഴജന്തുക്കൾ കയറിക്കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിഷജന്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാമ്പോ പഴുതാരയോ ഒരു പക്ഷേ പെരുമ്പാമ്പോ രാജവമ്പാല പോലും ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അത്രമാത്രം ഭീകരമായ കാഴ്ചയാണ്. എന്തായാലും അധികാരികൾ, ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല, അധികാരികൾ ഇത് ഒരു ഹെറിറ്റേജ് പോലെ ഇങ്ങനെ സംരക്ഷിച്ച് വെക്കുകയാണോ? ഒരു തരത്തിലൊരു അനക്കവുമില്ലാതെ, ഒരു തരത്തിലുള്ള വികസനവും നടത്താതെ ഇങ്ങനെ സംരക്ഷിച്ച് വെക്കുകയാണോ എന്നുള്ളൊരു സംശയമാണ്. അതുകൊണ്ട് ദയവായി ഈ അധ്യാപകരോട് അല്ലെങ്കിൽ ഈ അധികാരികളോട്, കോർപ്പറേഷൻ ആയിക്കോട്ടെ, സർക്കാർ ആയിക്കോട്ടെ, വിദ്യാഭ്യാസ വകുപ്പായിക്കോട്ടെ, ശിശു വികസന വകുപ്പായിക്കോട്ടെ, അവരോടൊക്കെ ഒരേ ഒരു അഭ്യർത്ഥനയുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ കുട്ടികളുടെ ജീവൻ വെച്ച് കളിക്കരുത്. ദയവ് ചെയ്ത് ഈ അംഗനവാടി ഒന്ന് അടിയന്തരമായി ഇവിടെ നിന്ന് മാറ്റി പകരം ഒരു സുരക്ഷിതമായ ബിൽഡിങ്ങിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണം ചെയ്തു കൊടുക്കണം. തൊട്ടടുത്ത് ബുക്ക് ഡിപ്പോയാണ്. ആ ബുക്ക് ഡിപ്പോയിൽ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുള്ള ഒരു അധ്യാപകൻ്റെ തലയിലേക്ക് ഓട് പൊട്ടി വീണ് ഈ അധ്യാപകന് പരിക്കേറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ടുള്ളൊരു അഭ്യർത്ഥന, എങ്ങനെയെങ്കിലും ഈ കെട്ടിടം, ഈ കുട്ടികൾ പഠിക്കുന്ന, അംഗനവാടി കുട്ടികൾ പഠിക്കുന്ന, നഴ്സറി കുട്ടികൾ പഠിക്കുന്ന ഈ കെട്ടിടം ഒന്ന് ഇവിടെ നിന്ന് മാറ്റി ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം. പകരം ഈ പറയുന്ന ഈ ഇത്രയും വലിയ നിധിശേഖരം എന്ന് തോന്നിപ്പിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും ഒന്ന് നിങ്ങളൊക്കെ കാണിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് നിങ്ങളോടൊക്കെ ഉള്ളത്. എന്തായാലും ഭീകരമായ കാഴ്ചയാണ്. സർക്കാരിന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശിശു വികസന വകുപ്പിന്, കോർപ്പറേഷൻ അധികാരികൾക്കൊക്കെ ഇത്രയും തൊലിക്കെട്ടിയുണ്ടോ എന്നുള്ള കാര്യം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. കണ്ണൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ദിമേഷ് ചെറുപഴിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ.